അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് ഗ്രീൻ കോംബോയിൽ റെഡ് റൈസിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. വഴണ്ട് വരുമ്പോഴത്തേക്കും പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് മറക്കരുത്. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലപോലെ വഴണ്ട് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി ഇതൊരു ഡ്രൈ റോസ്റ്റ് പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടൊക്കെയാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി റൈസിൻ്റെ റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്